നമസ്കാരം. രോഹിണി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ശനി ഒരു അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അനുകൂലം കഴിഞ്ഞ് പ്രതികൂലത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾ ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അനുകൂലമായാലും പ്രതികൂലമായാലും നിരന്തരമായിട്ടൊരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ തുടർന്ന് പോകുന്നത് നന്നായിരിക്കും. നക്ഷത്ര ദേവത ബ്രഹ്മാവാണ്. ബ്രഹ്മാവായതുകൊണ്ട് ബ്രഹ്മദേവനെ ഭജിക്കാം. ഓം ബ്രാഹ്മണേ നമ എന്നാണ് മന്ത്രം. അത് എല്ലാ ദിവസവും നിങ്ങൾ ലൈഫ് ലോങ് ജപിച്ചോളുക. ഓം ബ്രാഹ്മണേ നമ എന്ന്. നിങ്ങളുടെ നക്ഷത്രാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ്. ഈ പറയുന്ന രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രനെ നിങ്ങൾ സദാ ഭജിക്കുക. ഓം ചന്ദ്രമസേ നമ എന്ന് നിത്യവും ജപിച്ചുകൊണ്ട് നടക്കുക. ഓം ചന്ദ്രമസേ നമ, അല്ലെങ്കിൽ ഒരു 108 നിത്യവും ജപിക്കുക. അത് തിങ്കളാഴ്ച, പൗർണമി, അങ്ങനെ രോഹിണി ദിവസമൊക്കെ വരുമ്പോൾ നിങ്ങൾ ചന്ദ്രഭജനം ഒഴിവാക്കരുത്. തിങ്കളാഴ്ച ദിവസം, പൗർണമി ദിവസം, പിന്നെ നിങ്ങളുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമൊക്കെ വരുമ്പോൾ നിങ്ങൾ ചന്ദ്രനെ ഭജിക്കാനായിട്ട് ഒന്നുകിൽ നിങ്ങൾ നവഗ്രഹങ്ങളിൽ ചന്ദ്രനെ ഭജിക്കുക, അല്ലെങ്കിൽ മഹാദേവനെ ഭജിക്കുക. മഹാദേവനെ പോയിട്ട് ഭജിക്കുക. ചന്ദ്രഭജനം ഒഴിവാക്കരുത്. ചന്ദ്രന്റെ അധിഷ്ഠാന ദേവതകൾ എന്ന് പറയുന്നത് ദുർഗ, ഭദ്രകാളി, ഇവരെ ഉപാസിക്കാം. പിന്നെ ഇടവക്കൂറിന്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാകയാൽ ശുക്രന്റെ അധിഷ്ഠാന മൂർത്തികൾ എന്ന് പറയുന്നത് ലക്ഷ്മി, അന്നപൂർണേശ്വരിയാണ്. അപ്പൊ ഭഗവതിമാരെയും ഭജിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. പിന്നെ ദശകൾ മാറി മാറി വരുന്നതനുസരിച്ച് അതിനു വേണ്ട വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്യുക. പിന്നെ മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ പരദേവത, ഗ്രാമദേവത, കുടുംബദേവതയൊക്കെ നമ്മൾ അധിഷ്ഠാന ദേവതകളെയും കൂടെ ഭജിക്കാം. കുടുംബദേവതകൾ ഒരിക്കലും മറക്കരുത്. കുടുംബദേവതകളെയും ഗ്രാമദേവതകളെയും മറക്കരുത്. അവരെ വേണ്ട രീതിയിൽ തന്നെ നമ്മൾ ഭജിക്കാനും ഉപാസിക്കാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തുക.